അതായത് ഇപ്പോൾ ഈ ചാനലുകളുടെ ഒരു എഡിറ്റോറിയൽ ബോർഡും അതിൻ്റെ ഒരു മോട്ടീവും ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ ഓരോ ചാനലിലും. അതിലൊക്കെ ഭയങ്കര വൈരുദ്ധ്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അവർ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, കേരളത്തിലിപ്പോൾ ഈ ഇപ്പോൾ 2-3-4 മാസങ്ങളിൽ വിചിത്രമായ കൊലപാതകങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നിൽ രാസലഹരി പ്രധാനമായിട്ടും. ഈ പ്രശ്നം വന്നപ്പോൾ നിയമസഭ ചർച്ച ചെയ്തു, ഭരണകൂടം ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടു. ആ സമയത്ത് ചാനലുകളുടെ കൂട്ടത്തിൽ വലിയൊരു പ്രോഗ്രാമായിട്ട് ഇറങ്ങി തിരിച്ചതാണ് ആര്, ഈ 24. അതിൻ്റെ മുഖ്യ കാര്യദർശി തന്നെ ഈ പറഞ്ഞ ആഷ്മി വരെ ഒരു വണ്ടിയൊക്കെ എടുത്ത് അവർ മൊത്തം കേരളം മുഴുവൻ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ലഹരിക്കെതിരിൽ ഭയങ്കര സംഭവം, ഐക്യദാർഢ്യവും പാട്ടും പരിപാടിയും ഒക്കെ സംഘടിപ്പിച്ചൊരു ഭയങ്കര ഒരു ജാഗരണമൊക്കെ കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ രാസലഹരി നിയമവിധേയമാക്കണം, MDMA നിയമവിധേയമാക്കണം, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബ സംവിധാനമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, അത് തകരണം എന്നൊക്കെ പറയുന്ന ഈ വ്യക്തിനെ കൊണ്ടുവന്ന് മഹത്വവൽക്കരിച്ച് ഇവിടെ ഇരുത്തിയൊരു പ്രോഗ്രാം നടത്തേണ്ട എന്ത് ബാധ്യതയാണ് ഇവർക്കൊക്കെ ഉള്ളത്? ഒരു പ്രയോറിറ്റി വേണ്ട. എവിടേക്കാണ് ഇവർ ഈ വഞ്ചി തുഴയുന്നത്? എനിക്കതാ മനസ്സിലാകാത്തത്. ഈ നടുക്കടലിൽ പെട്ട, കാറ്റിലും കോളിലും പെട്ട ഈ വഞ്ചി അവർ തുഴയുന്നത് എവിടേക്കാണ്? തീരത്തേക്കാണോ, ഒരു സുരക്ഷിത ഭാഗത്തേക്കാണോ തുഴയുന്നത്? അതോ തുഴയാന്നുള്ളതൊരു ഏർപ്പാടാക്കിയിട്ട് അത് കെട്ടിട്ട് തുഴയാണോ? ഈ വഞ്ചി ഉണ്ടല്ലോ കെട്ടിട്ടിട്ട് തുഴയിൽ, ഇത് കെട്ടിട്ട് തുഴഞ്ഞ് കൊടുക്കും പോലെ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. അത് തുഴയണവൻ്റെ സമയം പോകുന്നല്ലാതെ. അപ്പോൾ ഇവിടെ എന്ത് വെച്ചാൽ അവനവൻ്റെ റേറ്റിങ്, അതല്ലാതെ എന്താ അതിനൊക്കെ പറയാൻ പറ്റുക? അല്ലെങ്കിൽ അങ്ങനെ അയാളെ ജനകീയ കോടതിയിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ ഈ ഹാഷ്മി കുറച്ച് നാവുള്ള ആൾ തന്നെയാണല്ലോ, ഇയാൾക്ക് സ്വതന്ത്രമായിട്ടാണ് വിട്ടുകൊടുക്കാൻ പറ്റും. ഹാഷ്മി കുറേ ഇതിനെ പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ഭയങ്കര അട്രോസിറ്റിയാണ് കാണിക്കുന്നത്. ഭയങ്കര ജനാധിപത്യവും മര്യാദയും വിശാലതയും സഹിഷ്ണുതയൊക്കെ പറയുന്ന ആൾക്കാരാണ് അവരൊക്കെ. പക്ഷെ അയാളെ വാദം സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളെ എതിർ പാനലിസ്റ്റിനോടും അയാൾ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഈ ആളോടും തന്നെ, ആങ്കറിനോടും തന്നെ എന്താണ്, ഒരു മര്യാദ ഇല്ലാതെ അയാൾ പറയുള്ളതാണ് പറഞ്ഞ് തീർക്കുകയാണ്. ഈ ജനകീയ കോടതിയിൽ എത്ര ആളുകളെ ഇയാൾ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അദ്ദേഹം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സംസാരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു അജണ്ടക്കനുസരിച്ചല്ല ചർച്ച പോയത്. ആ ചർച്ച ഇവരെന്താണോ സമൂഹത്തിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഈ ലഹരിക്കെതിരിലും സംവിധാനത്തിനെതിരിലും എന്താണോ ഇവർ ആത്മാർത്ഥമായിട്ടാണ് പണിയെടുത്തതെങ്കിൽ അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്നൊരു പരിപാടിയാണെന്ത്, ഇയാളെ കൊണ്ടുവന്നുകൊണ്ട് മഹത്വവൽക്കരിച്ച് അയാൾക്ക് ഒരു ഭയങ്കര വിസിബിലിറ്റി അയാൾ ആശയത്തിന് കൊടുത്തു. ഇത് കേസെടുക്കേണ്ട വിഷയമല്ലേ? ഇവിടെ സർക്കാരും സംവിധാനം മുഴുവൻ മനുഷ്യന്മാരും ഈ കഞ്ചാവിനെതിരിലും ഈ MDMAക്കെതിരിലും മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനെ നെഞ്ച് വിരിച്ച് ന്യായീകരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നുകൊണ്ട് അംഗീകരിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? അയാൾക്കെതിരിൽ കേസെടുത്തുകൊണ്ട് അയാളെ നിയമവ്യവഹാരത്തിലേക്ക് കൊണ്ടുപോകേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഈ മാധ്യമങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും വേണ്ടതുണ്ട്, ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് എന്ത് ഉദ്ദേശമാണ്, എന്ത് മോട്ടീവാണ് ഇതിലുള്ളത്?